എവിടെ? ഇവിടെയാണോ? റിപ്പോർട്ട് ചാനലിലാ നമ്മ അന്ത ചാനലിലുള്ള ടിൻസാണ് 70 കൊല്ലായിട്ട്. എന്നോട് പറഞ്ഞു രണ്ടുപേരും അല്ലേ? പ്രഭു ഇത് വന്നിട്ടല്ല, ഇത് രാമൻ ലക്ഷ്മണൻ. രാമനും ലക്ഷ്മണനും ഗവൺമെന്റ് സർവീസ് റിട്ടയർ ആണ്. രാമലക്ഷ്മണന്മാരെ നമ്മൾ പരിചയപ്പെടുത്തി. നമ്മുടെ ശാന്തേച്ചിയുടെ സ്വാമി എന്ന് ശാന്തേച്ചി പറയുന്നു 70 വർഷമായിട്ട് ഇവിടെയാണ്. കൽപ്പാത്തിയാണ് അല്ലേ? കൽപ്പാത്തിയാണ്. ഇതാണ് ശാന്തേച്ചിയുടെ വീട്, നമ്മുടെ വീട്. അപ്പൊ ശാന്തേച്ചി വീട്ടിൽ നിന്ന് അവിടെ സ്വാമിക്ക് നേദിച്ച പഴം തന്നു. ഇതൊക്കെയാണ് പാലക്കാടിന്റെ ഒരു സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. ഒത്തിരി സ്നേഹം ചേച്ചി കേട്ടോ. ഒത്തിരി ഇതൊക്കെ കൂടെ ഞാൻ എവിടെ വെക്കും? അയ്യോ ഒന്ന് മതി, ഞാൻ കൊടുത്തോളാം. ഞാനിത് നമ്മുടെ പൊരിയുണ്ട ഇതാ. അപ്പോ പഴം കിട്ടി, പൊരിയുണ്ട കിട്ടി. തൽക്കാലത്തേക്ക് ഞാനിതൊന്ന് പിടിക്കാൻ കൊടുക്കുവാണ്. ഞാൻ കഴിച്ചോളാം. ഒത്തിരി പേര് സ്നേഹത്തോടെ തരുന്നുണ്ട്, നമുക്ക് മേടിക്കാം. ഇതപ്പോ ഞാൻ നമ്മുടെ ടീമിന് കൈമാറുവാണ്. അയ്യോ ഒന്ന് മതി ചേച്ചി. ഇങ്ങനെ ഉഷാർ ഇങ്ങനായ കുറച്ചേറെ ഉഷാറാവും. അപ്പൊ മനസ്സിലായില്ലേ പ്രാദേശികവാദം പറയാൻ ഞങ്ങൾക്ക് അവകാശം ഉണ്ടെന്നുള്ളത്? അയ്യോ ഞാൻ പ്രാദേശികവാദത്തെ ഒന്നും പറഞ്ഞില്ല. സുന്ദരം മാത്രമല്ല സ്നേഹമാണ് പാലക്കാടുകാരല്ലേ? ഈ സത്യം പറഞ്ഞ പാലക്കാടിന്റെ ഒരു സ്നേഹം നമ്മുടെ ഒരു കണ്ണ് നിറയ്ക്കുമല്ലേ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് നമ്മളെ വിളിച്ച് അവർ വീട്ടിൽ കൊണ്ടുപോകുന്നത്. അയ്യോ ഞാനിവിടെ കൊടുത്തോളാം. കുഴപ്പമില്ല ചേച്ചി, കുഴപ്പമില്ല. ഞാൻ ഇത് ദീപക് മലയമ്മയെ ഏൽപ്പിക്കുകയാണ്. ബാക്കി പഴം ഞാൻ ബാലുവിനെ ഏൽപ്പിക്കുകയാണ്, കാരണം ഈ പഴം എനിക്ക് വേണം. അപ്പോൾ ഈ പൊരി ഞാൻ ജോയലിനെ ഏൽപ്പിക്കുകയാണ്. എല്ലാം ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിട്ടാണ് ഏൽപ്പിക്കുന്നത്. നമസ്കാരം. എന്തുണ്ട്? സംസാരിക്കുന്നില്ല. നല്ല കാർക്കൂന്തലൊക്കെ ഉള്ള ആളാണല്ലോ. പെട്ടു. ചേച്ചി ഇഷ്ടമാണ്. പേര് പറ. രജിത. നമസ്കാരം. നമ്മള് പിന്നെ അമ്പലം പറഞ്ഞാല് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും. ഓ ശരി. അപ്പോൾ ഈ ഒരു ഉത്സവത്തിന്റെ ഒരു ആഘോഷം അതിങ്ങനെ നമ്മൾ കണ്ട് ഇങ്ങനെ പോവാണ്. തുളസി സ്മാർട്ടാണ്. ക്യാമറ ഇങ്ങോട്ടൊന്ന് തിരിക്കണം. ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആൾക്കാർ നിൽക്കുന്നത് നോക്കൂ. ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആൾക്കാരാണ്. കൂടെ വന്ന തുളസിക്കെങ്കിലും കൊടുക്കാമായിരുന്നു. ഞാൻ ഇത് രുചി ഉണ്ടോ എന്ന് നോക്കിയതാണ്. പക്ഷെ പാലക്കാടുകാരുടെ സ്നേഹം പോലെ തന്നെ നല്ല രുചിയുണ്ട്. ഇവിടെ ഉണ്ടാക്കിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതാണ് പാലക്കാടിന്റെ ഒരു സ്നേഹം, പാലക്കാടിന്റെ രുചി. ഇനി അടുത്തൊരു മനോഹര കാഴ്ച ഞാൻ പറഞ്ഞു തരട്ടെ. ഈ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ചുറ്റുള്ള ഈ കടകളുണ്ടല്ലോ, ഇത് ഫുള്ളങ്ങ് ലൈറ്റപ്പ് ചെയ്ത്. ഇപ്പൊ ഇതിലെന്താ എനിക്ക് വാങ്ങിച്ചു തരുന്നേ? അതിൽ ചേച്ചിക്കുള്ളതൊന്നും ഒന്നും ഞാൻ കാണുന്നില്ല. ഒന്നും ചേരില്ല. ശരിക്കും സ്വർണത്തിന്റെ ഐറ്റംസ് ഒക്കെ ചേരുന്നെന്ന് തോന്നുന്നു. ആണ്. ഇത് അത്ര പോരാ. അപ്പൊ ഒരു 10-15 പവനൊക്കെ വേണ്ടി വരും. അത്രയ്ക്ക് വേണ്ടി വരുമോ? വേണ്ടിവരില്ലേ? അപ്പൊ ദീപക് മലയമ്മ അതും വാങ്ങി തരില്ല. എന്റെ കയ്യിൽ നിന്നുള്ള പൊരി മേടിച്ചു. ഏതായാലും നമ്മുടെ ബാലു ഇതെല്ലാം നോട്ട് വിട്ടിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേക്ഷകർ ഇതെല്ലാം കാണുന്നുണ്ട്. പ്രേക്ഷകർ ഇതൊക്കെ ദീപക് മലയമ്മ ഇതെല്ലാം കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മ എന്തുണ്ട്? പൊരിയൊക്കെ എല്ലാരും വാങ്ങിക്കുന്നുണ്ടോ? ഒരാൾ വാങ്ങുന്നുണ്ട്. പേരെന്താ അമ്മയുടെ? വസന്തകുമാരി. അപ്പൊ വസന്തകുമാരി അമ്മയുടെ പൊരിയൊക്കെ കുറെ കൂടി വിറ്റു പോകാനുണ്ട്. കൽപ്പാത്തിയുടെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെയുള്ള ആളുകൾ ഇവിടെ വന്ന് വസന്തകുമാരി അമ്മയുടെ പൊരി വാങ്ങിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുടങ്ങാൻ പോവാണ്. ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ചു ഉദ്ഘാടനം ചെയ്തു. ഒരു പാക്കറ്റ് വാങ്ങിക്കേ. ചേട്ടൻ ഒരു പാക്കറ്റ് വാങ്ങിക്കേ. ഞാൻ കൊടുമ്പ് പറഞ്ഞ സ്ഥലത്താണ്. കൊടുമ്പ് ഇപ്പൊ വിവാദമായിരിക്കാം. മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ്. അതിന്റെ ഒരു വരമ്പിന്റെ അപ്പുറത്ത് കണ്ണാടി അല്ലേ? ആ കൊടുമ്പ് കണ്ണാടി നമ്മുടെ വിവാദ സ്ഥലത്തെ ആളാണ്. അപ്പോ നമുക്ക് താണ്ട ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. കുറെ ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരുടെ ഇടയിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. ആന്റി എങ്ങനെയുണ്ട് ഈ തിരക്ക്? പിന്നെ ഫുള്ള് നല്ല തിരക്കല്ലേ. എവിടുന്നാ വരുന്നേ? നമ്മൾ ബാംഗ്ലൂരിൽ ഇതിന് തേര് കാണാനായിട്ട് വന്നത്. ആദ്യമായിട്ട് വരുവാണോ? അല്ല, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. വീടുകളിലൊക്കെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ആ വീടുകളിലൊക്കെ ഒന്ന് കയറിയാലോ? കൽപ്പാത്തിയിലെ വീടുകളിലേക്ക് എല്ലാ വർഷവും തേര് കാണാൻ വരും. തേര് ഒഴുക്കുകയും ചെയ്യും. എല്ലാ തേരിനും ഒഴുക്കും. ബാംഗ്ലൂർ കാണാറുണ്ട്. സന്തോഷം. എന്തോ ഇവിടെ ഈ തേര് വലിക്കുന്ന ആളുകളാണ്. ഇവരെല്ലാ വർഷവും സ്ഥിരമായിട്ട് തേര് വലിക്കും. കുറച്ച് വലിച്ചു വയ്ക്കും. ഇവിടുന്ന് അതുവരെ അമ്പലം വരെ പോകും. പക്ഷെ ഇപ്പൊ അമ്പലം വരെ പോകും. എല്ലാ സ്പീഡിലാ വലിക്കും. സ്പീഡില്ല. അത് നമ്മുടെ മൂവ്മെന്റ് അനുസരിച്ച് അത് ബാക്കിൽ നിന്ന് ഉന്തിയിട്ട് വരുമ്പോ മൂവ്മെന്റ് സ്പീഡായിട്ട് വലിക്കും. പക്ഷെ അതിന്റെ കാല് സ്റ്റെപ്പ്. ഇത് ഈ തേര് വലിക്കുന്നതിന്റെ ഒരു രീതി എങ്ങനെയാണ്?
നമ്മളിങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റെപ്പ് ഇങ്ങനെ ചെരിഞ്ഞ് പോകണം. ആ ചെരുപ്പിടാൻ പാടില്ല. അതെ അതെ, നമ്മൾ ആചാരമൊക്കെ പാലിച്ച് വേണം ചെയ്യാൻ. പക്ഷെ സ്റ്റെപ്പിന് ഇങ്ങോട്ട് ഓടുമ്പോ നമ്മളിങ്ങനെ ഓടുന്ന പോലെ സൈക്ലിംഗ് പോലെ ഇങ്ങനെ ഓടിയിട്ടാണ് സ്പീഡ് വെക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് തട വെക്കും അല്ലേ? പക്ഷേ തേര് ഇഴുത്താലും നമുക്ക് കാലിന് കൈ വേദനയൊന്നും വരില്ല. അത് വർഷത്തിന് നമുക്ക് ആ ഒരു ശക്തി തരികയാണ്. ശക്തി കിട്ടും നമുക്ക്. പറ്റിയ നമുക്കൊന്ന് വലിക്കണം. തവണയെങ്കിലും ഒന്ന് വലിക്കുക എന്നുള്ളത് എനിക്കും ഇപ്പൊ ആഗ്രഹം തോന്നുന്നുണ്ട്. ദീപക് മലയമ്മ കൂട്ടിയിട്ട് നമുക്കൊന്ന് പോയാലോ? അപ്പം തന്നെ ഇവിടെ കുറച്ചൊരു കാത്ത് നിൽക്കും. അതെ, ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. നമസ്കാരം. ഇവിടെ ചോദിച്ചോളൂ, ഞാൻ തൃശ്ശൂരിയാ. അതിനെന്താ? ഇവിടെ വന്നിട്ടേ ഉള്ളൂ. ഇത് കൽപ്പാത്തിക്കാരിയാണല്ലോ. അതെ അതെ അതെ, കൽപ്പത്തിക്കാരി. എങ്ങനെയുണ്ട് ഉത്സവത്തോടെ? ഒരുപാട് പേര് വന്നു. ഒരുപാട് ഈ പ്രാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. വി എൻജോയ്. ഞങ്ങളിപ്പോ വന്നപ്പോ അഗ്രഹാരത്തിന്റെ എല്ലാ വഴികളിലും ആൾക്കാരാണ്. അതെ അതെ അതെ, ഈ പ്രാവശ്യം കുറച്ച് തിരക്ക് കൂടുതൽ. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ പേര് വന്നതാണോ? അതും ഉണ്ട്. എല്ലാ കാൻഡിഡേറ്റ്സും ഞങ്ങളിപ്പോ നോക്കുമ്പോ തിരുവനന്തപുരം ഉണ്ട്, മലപ്പുറം ഉണ്ട്, കോഴിക്കോടുണ്ട്, എല്ലാ നാട്ടിൽ നിന്ന് ആൾക്കാർ അത് വരാറുണ്ട്. അത് എപ്പോഴും വരാറുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി ആ തെരഞ്ഞെടുപ്പിന്റെ ഇവരൊക്കെ കൽപ്പാത്തിയാണോ? എറണാകുളം. ഇവരൊക്കെ ഇത്